حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق. صدق الله العظيم. من شر ما خلق. ഇതാണ് നമ്മുടെ 12 ദിവസമായിട്ടുള്ള ചർച്ച. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പുലരിയെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് അഭയം തേടുന്നു. മീൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചാൽ ഒന്നിൻ്റെ നാശത്തില്ലെന്ന്. ആ ഒന്ന് എന്നതുകൊണ്ടുള്ള വിവക്ഷ ഇബ്ലീസാണ് എന്നാണ് ഇന്നലെ പറഞ്ഞത്. മറ്റൊരു തഫ്സീർ പ്രകാരം ആ ഒന്ന് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നരകമാണ് എന്നതാണ്. കാരണം മനുഷ്യന്റെ ഭാവി നാശം അത് നരകമാണ്. നരകവും സ്വർഗവും അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനോട് പറഞ്ഞു, നീ എൻ്റെ റഹ്മത്തിന്റെ കേന്ദ്രമാണ്. അന്ത്യ റഹ്മത്തി, നീ എൻ്റെ റഹ്മത്തിന്റെ കേന്ദ്രമാണ്. ഉദ്ഖിലു, ഞാൻ പ്രവേശിപ്പിക്കും, നിനക്ക് ഞാൻ തരും, മൻ നശാഉ മിൻ ഇബാദി, എന്റെ അടിയങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച ആളുകൾ എനിക്ക് ഞാൻ തരും. നരകത്തിനോടും പറഞ്ഞു എന്നാണ്, അന്ത്യ അദാബി, നീ എന്റെ അദാബിന്റെ കേന്ദ്രമാണ്. എന്റെ അടിമകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച ആളുകൾ നിന്നെ വെച്ചുകൊണ്ട് ഞാൻ അദാബ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ചില മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് നരകത്തിൽ നിന്നുള്ള കാവൽ തേട്ടമാണ്. അതിന് ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന അള്ളാഹു എന്ന് പറയുകയാണ്. ഈ ലോകം മുഴുവനും അവന്റെ കസ്റ്റഡിയിലാണ്. ഒരാളുടെ കസ്റ്റഡിയിലും ഒന്നുമില്ല. എന്ത് ശാസ്ത്രജ്ഞന്മാർ എന്ത് കണ്ടുപിടിച്ചാലും അത് എല്ലാം അള്ളാഹു അവരുടെ ബ്രെയിനിൽ നൽകുന്നതാണ്. എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അവരുടെ സ്വയേഷ്ട പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലെ അബദ്ധമാണ്. അപ്പൊ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് അവന്റെ അദാബിന്റെ കേന്ദ്രമായ നരകത്തിനെ തൊട്ട് കാവൽ തേടുക. നരകത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്താണ്, ഇന്ന് അത് പറയുന്നില്ല. പക്ഷേ അതിന് അടിസ്ഥാന കാരണം ബോധമില്ലായ്മയാണ്. ഇബ്ലീസ് ഒരു മനുഷ്യനെ നരകത്തിലേക്കാൻ ആദ്യം ചെയ്യുന്നത് ബോധത്തിൽ തടസ്സം ചെയ്യുന്നുള്ളതാണ്, ബോധമില്ലായ്മ. അതുകൊണ്ടല്ല ഈ നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ചുള്ള ചർച്ചയിൽ അള്ളാഹു തആല ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ. ഖുർആന്റെ ഒരു പേരെന്നെ ബോധം എന്നല്ലോ, ഓർമ്മ, ബോധം എന്നാണ് ഒരു പേരെന്നെ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ബോധം. കാരണം മനുഷ്യന്റെ പേര് ഇൻസാനാണ്. അത് നാസ് ഇൻസാൻ എന്നൊക്കെ പറഞ്ഞാൽ നിസിയാനിൽ നിന്ന് വന്നാണ്. അതിന്റെ അർത്ഥം മറവീന്നാണ്. ബോധം ഉണ്ടാവില്ല, ഇടക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്താണ് മുന്നിക്കോ, എന്താണ് ആഖിറം, എന്താണ് ഭാവി, ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. തടീച്ചയിൽ ഇങ്ങനെ ഒഴുകി നടക്കല്ലേ. അപ്പൊ ബോധം മങ്ങുന്നുള്ളതാണ് നരകത്ത് പോവാൻ ഇബ്ലീസ് ആദ്യമായി ചെയ്യുന്ന മയക്ക് പായസം. അത് ബോധം മങ്ങുന്നുള്ളതാണ്. അല്ലാഹു തആല പല നിലയിലും പറയുന്നുണ്ട്. നോക്കൂ, കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കം ദക്കാ വജാഅ റബ്ബുക സഫാ സഫാ وجيء يومئذ بجهنم يوم يتذكر الإنسان أنى له الذكرى. ആ ബീഭത്സകമായ പരലോക ചിത്രീകരണം നടത്തിയിട്ട് അള്ളാഹു പറയാണ്, ആ സമയം നരകം ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ, അദാബിന്റെ വല്ലാത്ത ഭീകരമായ അവസ്ഥ ഇങ്ങനെ മുന്നിൽ കാണുമ്പോ മനുഷ്യൻ യതദക്കറുൽ ഇൻസാൻ, അവൻ ബോധമുള്ളവനായി മാറും. അതാണ് അന്നാ ലഹു ദിക്റ. എന്നിട്ട് അല്ലാഹു പറയാ, അവിടെ ബോധം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്താണ് ഖുർആന്റെ ഓരോ പ്രയോഗങ്ങളെന്ന് പറയാം. ആ സമയത്ത് ബോധം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ബോധമാണ് അടിസ്ഥാനം, അറിവ് പോലും അല്ല. ഒരാൾ അറിവുണ്ടായി, ബോധമല്ലെങ്കിലോ? ബല്ലാമ കിടക്കുന്ന സ്ഥലത്ത് കിടക്കുന്നതാണ് മഹാന്മാർ പറഞ്ഞത്. ബല്ലാമിന് നല്ല അറിവുണ്ടായിരുന്നു. 12,000 ശിഷ്യന്മാരുണ്ടായിരുന്നു ബല്ലാമിന്. 12,000 ശിഷ്യന്മാര്. ഒരഭിപ്രായത്തിൽ 12,000 ശിഷ്യന്മാരല്ല, 12,000 മഷിക്കുപ്പി ആയിരുന്നു എന്നാണ്. അന്നത്തെ സൈസ് മഷിക്കുപ്പി.
അപ്പൊ ഒരു മഷിക്കുപ്പിന്റെ അപ്പുറത്തപ്പുറത്ത് 2 ശിഷ്യന്മാരിരുന്നിട്ട് എഴുതുകയാണെങ്കിൽ 24,000 ശിഷ്യന്മാർ ഒറ്റ ക്ലാസ്സിലുണ്ടാവും. വല്ലാമ അയാളുടെ നാശത്തിന്റെ പിറകിലുള്ള ചില കാരണങ്ങൾ പറഞ്ഞ മഹാന്മാർ രേഖപ്പെടുത്തിയത് ഭയങ്കര ആലിമായിരുന്നു, പക്ഷെ ബോധം ഉണ്ടായിരുന്നില്ല. തദക്കുറ് എന്നാണ് അടിസ്ഥാനം. അതാണ് ഇബ്ലീസ് ആദ്യം എടുത്ത് ഒഴിവാക്കുക. തദക്കുറ് എന്ന സംഗതി. ബോധം ഉണ്ടാവില്ല, നാളത്തെ എന്ത് എന്നുള്ള ബോധം ഉണ്ടാവില്ല. അപ്പൊ അറിവിനേക്കാൾ കൂടുതൽ ബോധമാണ് ആവശ്യം. അറിവ് വേണ്ടെന്നല്ല, അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊക്കെ നല്ല അറിവ് വേണം. പിന്നെ എല്ലാരും ഉസ്താദ്മാരായിക്കൊള്ളുന്നില്ല. വീട്ടില് ഒരാളുണ്ടായാൽ മതി, ആ ആൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ. പക്ഷെ വീട്ടിൽ ബോധമുള്ള ഒരാളുണ്ടായാൽ പോരല്ലോ. വീട്ടില് ബോധമുള്ള ഒരാളുണ്ടായാൽ മതിയോ? ബോധം എല്ലാവർക്കും വേണ്ടേ? ബോധമാണ് അടിസ്ഥാനം. ബോധമില്ലാതെ കുറെ അറിവുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ ഭയങ്കര പ്രഭാഷകന് അവിടെ പ്രസംഗം ഇവിടെ പ്രസംഗം, ഒരു ബോധമില്ലെങ്കിൽ എന്തിനായി ഓടി നടക്കണം? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ബോധം അടിസ്ഥാനമാണ്. ബോധം ഉണ്ടെങ്കിൽ അവൻ ആൺകുട്ടിയാണ്. അതൊരു ലൈറ്റാണ്, അത് അവനെ എവിടെയും പിടിച്ചു നിർത്താനുള്ള ഒരു ലൈറ്റാണ് ആ ബോധം. അപ്പൊ നരകത്തിൽ നിന്നുള്ള കാവലാണ് ഒരർത്ഥത്തിൽ ഈ ആയത്ത്, ബോധമാണ്. എന്തെല്ലാമാണ് അല്ലാഹു ബോധമില്ലാത്ത ആളുകളുടെ ലക്ഷണമാണ് പറയുന്നത്. ഞാൻ അർത്ഥം വെക്കണില്ല, ഇനി നമ്മളെ വിഷയം മാത്രം പറയാം. ഇങ്ങനെ ബോധമില്ലാതെ ഭാര്യയും പോരും ഏശനും ഭീഷണിയായിട്ട് നടക്കണ്ട. സ്വന്തം കയ്യിലുള്ളതൊക്കെ എന്നുണ്ടാവുന്നു മനസ്സിലാക്കണ്ട. ഹുത്തമ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങള്? നബദ എന്നുള്ള വാക്കുന്ന വന്നാണ്. യുംബദന്റെ മജ്ഹൂലാണ്. ലാമ തഅക്കീദാണ്, നൂന് തഅക്കീദാണ്. എന്താണ് നഹ്വൊക്കെ പഠിച്ച അത്ഭുതമാണ്. ഖല്ല, അതിന്റെ പുറത്തൊരു ഖല്ല. യുംബദ, യുംബദ എന്ന് പറഞ്ഞാൽ ഫെയില് കഴിഞ്ഞു. പുറത്ത് ലാമ് ശക്തി എന്നുള്ള അർത്ഥം വെക്കാനാണ്, അവിടുത്തെ നൂന് ശക്തി എന്നുള്ള അർത്ഥം വെക്കാൻ. ലയുംബദന്ന ഫിൽ ഹുത്തമ. ബോധമില്ലാത്ത ഇത്തരം മനുഷ്യന്മാരെ, ദൂഷണവുമായി നടക്കുന്ന ഈ മനുഷ്യന്മാരെ നമ്മള് യുംബദന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ? നമ്മൾ ഈ സിസറ് വലിച്ച് അവസാനം കുറ്റിയാവൂലേ, അത് കണ്ട് ഇങ്ങനെ ഇടുന്നതിനാണ് നബദ് എന്ന് പറയാ. നബദ് എന്ന് പറഞ്ഞാൽ ഇടുക എന്ന് മാത്രമല്ല, ഇൻസൾട്ട് ആക്കി ഇടുന്നതിനെ കുറിച്ചാണ് പറയാ. അവനെ നമ്മള് വലിച്ചെറിയപ്പെടും ഫിൽ ഹുത്തമ, ഹുത്തമയ്ക്ക്. എന്നിട്ട് മുത്തനബിനോട് ഒരു ചോദ്യമാണ്, ഹുത്തമ, ഹുത്തമ എന്താ നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, കത്തിക്കപ്പെടുന്ന കൊടും ഭീകരമായ കേന്ദ്രമാണ് നബിയെ. മൂഖദ, കത്തിക്കപ്പെടുന്ന കേന്ദ്രമാണ്. പോരാ, അല്ലത്തി, എങ്ങനെ കത്തിക്കപ്പെടുക? തത്വലിയു അലൽ അഫ്ഇദ, അതിന്റെ തീജ്വാലകൾ ചെസ്റ്റിന്റെ ഉള്ളിലേക്ക് ആളിപ്പടരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. അതിന്റെ തഫ്സീറിൽ കാണാം, നരകത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് 7 തട്ടുകളാണല്ലോ, ഇട്ട് അവസാനം മേലെ വലിയ മുട്ടി കഷ്ണങ്ങളെ കൊണ്ട് മൂടുന്നാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ചെമ്പിലിടുന്ന മാതിരി. അതൊക്കെ ഒരു സങ്കല്പം മാത്രം. ഓരോ മതിലിനും ഭയങ്കര കട്ടി ഉണ്ടാവും. അതിന് പുറത്ത് മുകളിലൊരു മൂടിയുണ്ട്, അത് വലിയ മരക്കഷ്ണങ്ങൾ, അവിടുത്തെ ഭയങ്കര മുട്ടിക്കഷ്ണങ്ങൾ അതേറ്റ് ഇങ്ങനെ അടക്കപ്പെടും. ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വേവല്ലേ. യാ അല്ലാഹ്, മിൻ ശർരി മാ ഖലഖ. ആ തീജ്വാലയിൽ നിന്നുള്ള കാവലാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് ചില മഹാന്മാർ പറയുന്നു. സംഗതി ഭയങ്കര ബേജാറാണ്. ഈ കളിയൊക്കെ ആണ് നിൽക്കും, ശ്വാസാണ്ട് പോയാല് ഭയങ്കര ബേജാറാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേജാറാണ്. മുന്നിക്കാട് ചിന്തിച്ചാണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ മനുഷ്യനെ അല്ലാഹു തആല ഒരു മറവി എന്തൊക്കെയാണ്, അയിമലാണ് ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ച് പോണമൊക്കെ. പക്ഷെ ഭക്ഷണം കഴിച്ച് പോവാ ഇറക്കണമൊന്നുമില്ല, അത് വാങ്ങാനുള്ള സ്വഭാവം നമ്മളെടുത്ത് ഉണ്ടാവരുത്. അള്ളാഹ് അങ്ങോട്ട് അദാബാക്കാൻ തുടങ്ങിയാല്, അങ്ങനെ അദാബ് ചെയ്യാൻ ഒരാൾക്കും അങ്ങനെ അദാബ് ചെയ്യാൻ കഴിയില്ല.
അള്ളാഹ് റഹ്മത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ റഹ്മത്ത് ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എത്ര വലിയ ഇബാദത്തിന്റെ ആളുകളാണെങ്കിലും അറിവാളന്മാരാണെങ്കിൽ പോലും നമുക്ക് എന്തുണ്ടാവണം? പേടി ഉണ്ടാവണം. ഇനി എത്ര ദോഷമാണെങ്കിൽ പോലും പ്രതീക്ഷ ഉണ്ടാവണം. അവിടെയാണ് ഈമാൻ. ഞാൻ ഉമർ ഖത്താബിന്റെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ഉമർ ഖത്താബ് പറയാണ്, നാളെ എല്ലാരും ഉണ്ട് സ്വർഗത്ത് പോട്ടെ, ഒരാൾ മാത്രം നരകത്ത് പോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ആ ഒരാൾ ഞാനാവോ എന്നുള്ളൊരു പേടിയുണ്ട്. ഉമർ ഖത്താബ് പറയാണ്. അതേ ഉമർ ഖത്താബിന് പറയാണ്, നാളെ എല്ലാരും ഉണ്ട് നരകത്ത് പോട്ടെ, ഒരാൾ മാത്രം സ്വർഗത്ത് പോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ആ ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. അൽ ഈമാനു ബൈന റജാഇ വൽ ഖൗഫി, ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെയും ഭീതിയുടെയും മധ്യയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും പേടി വേണം, എപ്പോഴും പ്രതീക്ഷ വേണം. എന്നാലേ ജീവിതം അതിന്റെ ബാലൻസിലാവുള്ളൂ. അല്ലെങ്കിൽ താളം തെറ്റും, ഒക്കെ താളം തെറ്റിപ്പോവും, ഹവയിൽ അങ്ങനെ ഒഴുകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പോ സൂറത്തുൽ മുൽക്കിൽ നരകത്തെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ കേട്ടില്ല. ഞാൻ ഇടയ്ക്കേ അത് ഓതലുള്ളൂ, അങ്ങനെ മുഴുവനാക്കാൻ കഴിയില്ല. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിസൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖാ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ ഫീഹാ, ആ നരകത്തിൽ ഇൽഖാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? രണ്ട് വിഷയം അവിടെ മനസ്സിലാവും. ഓരോ ലഫ്ലും ഒരുപാട് കാര്യം ഉണ്ടാവും. ഇൽഖാ എന്ന് പറഞ്ഞാല് ആ ഒറ്റ വാക്കെന്ന് മനസ്സിലായി സംഗതി ആഴമുള്ളതാണ്. ഇൽഖാ എന്ന് അറബി പറഞ്ഞാല് ആഴമുള്ള സ്ഥലത്തേക്ക് മേലിന്ന് ഉറ്റിടുന്നതിനാണ് പറയാ. ആഴമുള്ള ഇപ്പൊ കിണറ്റിക്കൊക്കെ ഒരു സാധനം ഉറ്റുന്നതിനെ ഇൽഖാ എന്ന് പറയാം. ഇങ്ങനെ ഇടുന്നതിനെ ഇൽഖാ എന്ന് പറയില്ല, ഇങ്ങനെ ഇടുന്നതിനെ ഇൽഖാ എന്ന് പറയുള്ളൂ. ഒന്ന്. രണ്ടാമത്തത് ഇൽഖാ എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ആക്കിയിട്ട് വലിച്ചേറുന്നതിനാ പറയാ. ഒറ്റ വാക്കിൽ രണ്ട് വിഷയം കിട്ടി. നരകം ആഴമുള്ളാന്നും കിട്ടി, അത് ഭീകരമായിട്ടാണ് എറിയാന്നും കിട്ടി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി എറിയണ കോലുണ്ട്, അത് സൂറത്തു റഹ്മാനിലുണ്ട്. എറിയണ കോല അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഊരണ്ടല്ലോ ഇത് കണ്ട് മടക്കും, അപ്പൊ ഊരന്റെ എല്ലൊക്കെ കൂടി ചപ്പിളിപ്പറ്റ പൊട്ടലായിരിക്കും എന്നാണ് മലക്കുകൾ കാട്ടുന്നത്. മലക്കൾക്ക് റഹ്മത്തില്ലല്ലോ, സബാനിയക്കൾക്ക് എന്ത് റഹ്മത്ത്? ഒലിക്ക് ഈ അദാബ് എന്ന് പറഞ്ഞാല് ദാഹിച്ചു വലഞ്ഞ ആള് നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എങ്ങനെ കുടിക്കുക, അങ്ങനെയാണ് ജനങ്ങളെ അദാബ് ചെയ്യാനുള്ള മനസ്സെന്നാ. അവർക്ക് റഹ്മത്ത് ഉണ്ടാവില്ല. റഹ്മത്ത് അള്ളാഹ് കൊടുത്തിട്ടില്ല, കൊടുത്താൽ ഈ പണി നടക്കൂല, കൊടുത്താൽ ഈ പണി നടക്കൂല. അള്ളാഹിന്റെ സൃഷ്ടികൾ വ്യത്യസ്തമല്ലേ, ഇവർക്ക് റഹ്മത്തില്ല. റഹ്മത്ത് ഉണ്ടെങ്കിൽ ഒരാൾ മറ്റാളെ തോണ്ടൂലേ, മതിയടാ എന്നറിയില്ലേ, അത് ഇവർക്കില്ല. ഇവർക്ക് ഇങ്ങനെ അദാബ് ചെയ്യുമ്പോൾ ആവേശം കൂടുതലാണ്, പോരാന്ന് തോന്നലാണ്. അങ്ങനത്തെ ഒരാളുകളെയാണ് അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഇൽഖാണ്, അടിക്കണ്ട് എറിയാണ്. സുബ്ഹാനല്ലാഹ്. സമീഉ ലഹാ ശൈഖ, എറിയപ്പെട്ട ആൾക്കാർ അവിടെ എത്തണേയും പിന്നെ നരകത്തിന്റെ ചീറ്റൽ കേൾക്കുന്ന, അതിന്റെ ആ പ്രകമ്പനം ചീറ്റലും പൊട്ടലൊക്കെ കേൾക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. പഴയ കാലത്ത് എല്ലാവർക്കും മനപ്പാടുള്ള 4 വരിയാണ്. മൂല്യന്മാരാവൊന്നും വേണ്ട, നാടന്മാർക്കൊക്കെ മനപ്പാടുണ്ടാവും ഈ വരി. പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇത് ചൊല്ലും. എന്നിട്ട് കണ്ണീരിങ്ങനെ മൊക്കനോണ്ട്, എന്റെ വല്യമ്മൊക്കെ ഒരു വെള്ള മൊക്കനിടും, ഇതിങ്ങനെ പാടും. എന്നിട്ട് കണ്ണീരിങ്ങനെ മൊക്കനോണ്ട് ഇങ്ങനെ തുടക്കും ഇത് പാടിയിട്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. പടച്ചവനെ, സ്വർഗത്തിന് എന്റെ കയ്യിലൊന്നുമില്ല, ഞാനതിന് അർഹനല്ല, ഞാനതിന് അർഹയും അല്ല. പക്ഷേ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ കടക്കാൻ എനിക്ക് തൊലിക്കട്ടിയില്ല. സ്വർഗത്ത് പോവാൻ കയ്യിലൊന്നുമില്ല, നരകത്ത് കയറാനുള്ള കഴിവില്ല. ഇനി എന്താ വേണ്ടത്? ഫഹബ്ലി തൗബത്തൻ, എനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം ഈ തരണം.
വഫറുദ്നൂബി, ആ തോപോടെ കൂടി സംഗതിയൊക്കെ പരിഹരിക്കുകയാണ് വേണം. എൻ്റെ ദോഷങ്ങളും പിന്നെ ബാക്കി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോവാൻ അവൻ ആരൊക്കെയാണോ ഈ മഹല്ലെന്ന് തീരുമാനിച്ചത് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിക്കാളുന്ന കൊടും ഭീകരമായ നരകത്തിൽ ഒരു സെക്കൻഡല്ല, ഒരു മൈക്രോ സെക്കൻഡ് പോലും കിടക്കുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയും കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട തലമുറകളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവും കൽബും ശ്രദ്ധിക്കാനുള്ള ഒരു ഭാഗ്യം തന്നെ. ഇന്നത്തെ കാലത്ത് നരകം വളരെ എളുപ്പമാണ്. കൂടുതൽ ആളുകൾ നരകത്ത് പോണ ഈ സാധനം കൊണ്ടാ. ഈവത്തും നമീമത്തും പറഞ്ഞു നടക്കരുത്. എന്ത് ആബിദായിട്ടും കാര്യമില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു തോന്നിയാസം ചെയ്താല് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ എന്ന് വിളിച്ച് കാരണം അയിമ തീരുവത്. പക്ഷേ നാട്ടുകാരെയും ഗ്രൂപ്പൊന്നും നോക്കരുത്. എന്തിനാണ് ഈ തെറി പറയുന്നത്? ആരും പറയണ്ട. ഞാൻ ഒരു ആലിമിനെയും കുറ്റം പറയാത്ത ആളാണ്. ഞാൻ വളരെ ശ്രദ്ധിക്കലുണ്ട്. ഇതിങ്ങനെ ആലിമാണോ നോക്കൂല, തങ്ങളാ സാധാരണക്ക് ഒന്ന് അങ്ങോട്ടും കൊണ്ടും പറഞ്ഞെങ്ങനെ ആക്കാൻ. ചില ആളുകൾ ഈബത്ത് പറഞ്ഞിട്ട് കുംഭ വേർപ്പിക്കുന്ന ആളുകളുണ്ട്. വീട്ടിലിരുന്നിട്ട് സോഷ്യൽ മീഡിയ കയറിയിട്ട് ഈബത്ത് അങ്ങനെ പറയാം. എന്നിട്ട് അതിന്റെ വരുമാനം എടുത്തിട്ട് മക്കളെ പോറ്റുന്ന ആൾക്കാർ വരെ ഇന്ന് മലപ്പുറം ജില്ലയിലുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ എപ്പോഴാ തിരിയാന്നറിയോ? കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. അതാണ് അല്ലാഹു സൃഷ്ടിച്ച കൊടുംഭീകരമായ നരകജ്വാല, അതിൽ നിന്ന് അള്ളാഹുവെ കാക്കണേ എന്നാണ് പഠിച്ച. നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അല്ലാഹുവേ, ഇന്ന് നരകമാണ് ഞങ്ങളുടെ ചെറിയ ഒരു എത്തിനോട്ടം. ഈ ആയത്തടിസ്ഥാനത്തിൽ ആ കൊടും ഭീകരമായ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദോഷങ്ങളെ കൊണ്ട് ഭീതിയാണ്, നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുമാണ്. ദോഷങ്ങൾ ദോഷങ്ങളായി രേഖപ്പെടുത്തി കത്തിക്കാളുന്ന നരകത്തിലുള്ള വിറകുകൊള്ളികളാക്കല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. സിയാത്തെല്ലാം ഹസനാത്താക്കി തബ്ദീൽ ചെയ്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വിചാരണ എളുപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മീസാൻ ഹസനാത്ത് കൊണ്ട് നിറച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ കയ്യിൽ വലത് കയ്യിൽ തന്നെ കിതാബ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അതിനുള്ള ജീവിതം ഈ ലോകത്ത് നയിക്കാൻ ശിഷ്ട സമയങ്ങളിലെങ്കിലും ഭാഗ്യം താ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ് ത്വാഅത്ത് കൊണ്ട് അന്തസ്സാക്കി തരണേ അല്ലാഹ്. ആധുനിക ഫിത്ന ഫസാദുകളിൽ നിന്നും, എല്ലാ തെറികളിൽ നിന്നും, പരിഹാസ സുനാമികളിൽ നിന്നും, എല്ലാ ആഖിറം നഷ്ടപ്പെടുന്ന ദുരന്തങ്ങളിൽ നിന്നും, പരസ്പര ദേഷ്യം, പരദൂഷണം, വിദ്വേഷം, ശത്രുത, ഇതൊക്കെയല്ലോ ലക്ഷ്യങ്ങൾ പലരുടേതും. എല്ലാത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആഖിറമുണ്ടെന്ന അവബോധത്തോടുകൂടി ജീവിത ജാഗ്രതക്ക് ഞങ്ങളെ പാകപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ എന്തെല്ലാം ഐബുകളാണോ, വീഴ്ചകളാണോ, ദോഷങ്ങളാണോ, നീ അർഹമുർറാഹിമീനല്ലേ, നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ് എല്ലാം ഒഴിവാക്കി തരണേ അല്ലാഹ്. കൽബുകൾ സ്വർഗത്തിന് പാകപ്പെടുത്തി തരണേ അല്ലാഹ്. മാരിഫത്തും മഹബത്ത് കൊണ്ട് ഞങ്ങൾക്ക് രസം നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബായ മുത്തുനബിയുടെ വലങ്കയ്യായ സിദ്ദീഖുൽ അക്ബർ പ്രസ്താവിച്ചല്ലോ, ഹബീബിനെ കിട്ടിയതിന് ശേഷം, നിന്നെ തിരിഞ്ഞതിന് ശേഷം ദുനിയാവിൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലാഹു, ഞങ്ങളുടെ സങ്കല്പത്തിനപ്പുറമാണ് ആ പ്രസ്താവനകൾ. പക്ഷേ ഞങ്ങൾക്കും നീ മഹബത്തും മാരിഫത്തും ഇബാദത്തിന്റെ രസവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരാളെയും നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. ദുനിയാവിലും വഷളാക്കല്ല അല്ലാഹ്, ആഖിറത്തിൽ കഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആലിമീങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ കൽബിൽ വെച്ചോ ഹൈറും ഹലാലും പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഷർറുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടലിലും കരയിലും പോകുന്നവരാ, നിന്റെ സംരക്ഷണവും തിരുനോട്ടവും നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ച ആരുമില്ലാതെ ഖബറുകളിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഖബറിലാണ്, അവർക്കൊക്കെ ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, ഈ നാട്ടിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد
وارحم أمة سيدنا محمد، تجاوز عن أمة سيدنا محمد، اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.